ഹലോ, നമസ്കാരമുണ്ട്. ഇന്ന് പരിഭാഷകളെക്കുറിച്ച്, ട്രാൻസ്ലേഷനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് പരിഭാഷപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ പതിവില്ല. കവിതകൾ, ഭാഷ നന്നായിട്ടൊന്നല്ല കേട്ടോ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ കവിത പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളൊരു കവിത വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ധാരാളം കവിതകൾ പല പല ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു സാഹിത്യ ക്യാമ്പിൽ പോയി. ഒരു സാഹിത്യ ക്യാമ്പ് മലയാളികളുടെ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, ലാന സർഗവേദി എന്ന് പറഞ്ഞിട്ട് ബേ ഏരിയയിലുള്ള, അപ്പോൾ ഇവരുടെ ഒരു 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 കൂട്ടായ്മ. അപ്പോൾ അവിടെ പോയപ്പം പരിഭാഷയെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു ടോക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് ഉമേഷ് നരേന്ദ്രൻ്റെ. അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ഇറ്റ് വൺസ് ഐ ഫിനിഷ് എഡിറ്റിംഗ്. അപ്പം ട്രാൻസ്ലേഷനെ പറ്റിയിട്ട് എപ്പം ചിന്തിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഉംബർട്ടോ എക്കോ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുക എന്നുള്ളതല്ല. രണ്ട് ഭാഷയിൽ ഒരു ടെക്സ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളത്. ഇറ്റ്സ് ട്രൈങ് ടു ഇൻറ്റർപ്രറ്റ് ദ ടെക്സ്റ്റ് യൂസിങ് 2 ലാംഗ്വേജസ്. ആ പ്രോസസ്സിൽ, ആ ഇൻ്റർപ്രിറ്റേഷൻ പ്രോസസ്സിൽ സംസ്കാരങ്ങളുടെ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അതായത് ഒരു നെഗോഷിയേഷനാണെന്നാണ് പറയുന്നത് ഈ പരിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു സന്ധി സംഭാഷണം. യു ആർ നെഗോഷിയേറ്റിംഗ് your understanding, you are negotiating the fundamental meaning of the poem, you are negotiating how it has to be represented to a set of people who might read it ഒറിജിനൽ ലാംഗ്വേജ് അറിയാണ്ട്. അപ്പോൾ പല പരിഭാഷകളും നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പം ഓൾറെഡി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് വീണ്ടും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള ശ്രമമാണ്. അപ്പം ഈ പോയിട്രി ഈസ് വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു പ്രാവശ്യം ഇംഗ്ലീഷിലേക്ക്, അതിൻ്റെ ആക്ച്വൽ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ പോയട്രി നഷ്ടപ്പെട്ടതാണ്. ഞാൻ വീണ്ടും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വീണ്ടും പോയട്രി നഷ്ടപ്പെടുന്നത്. ഞാനിന്ന് 2 പോയംസ് ഞാൻ വായിക്കും ചെയ്യാം. ഞാൻ അതിൻ്റെ മലയാളവും, ഞാൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ച മലയാളവും, അതിൻ്റെ ഒറിജിനലല്ല, അതിൻ്റെ ഇംഗ്ലീഷ് ഒറിജിനലാണോ ആഫ്രിക്കാൻസിലാണോ എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു സൗത്ത് ആഫ്രിക്കൻ പോയറ്റസിൻ്റെ കവിതയാണ്. നീദർ ഫാമിലി നോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ആൻജി ക്രോഗിൻ്റെ ഒരു കവിതയാണ്. അപ്പോൾ ഞാനത് പലപ്പോഴും ഈ ട്രാൻസ്ലേഷൻ്റെ മൈ അപ്രോച്ച് ടുവേർഡ്സ് ട്രാൻസ്ലേഷൻ ഇസ് ദാറ്റ് നമ്മളൊരു കവിത എടുത്തു. ആ കവിത നമ്മളുടെ രീതിയിലൊന്ന് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ കവിത വീണ്ടും നമ്മളെ ട്രാൻസ്ലേഷൻ വായിക്കാൻ നോക്കുമ്പം അതെന്തോ ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരും. യു ഓൾവേസ് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ആ സമയത്ത് അതൊന്നും കൂടെ ഒന്ന് മാറ്റി എഴുതാൻ നോക്കും. അപ്പോഴത്തേക്കും ട്രാൻസ്ലേഷൻ്റെ കാര്യം, പരിഭാഷ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ പരിഭാഷപ്പെടുത്തിയ സംഭവത്തിനെയാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഈ സംഭവത്തിനടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിന്നെ പരിഭാഷ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള തന്നെ സംശയമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തുടക്കത്തിൽ അതിൽ ഒറിജിനൽ പോയിട്രി ആയിട്ട് ഇതിന് എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ആവില്ല. ഒരു ഇൻസ്പിറേഷൻ മാത്രമായിട്ട്, അതായത് ഒരുതരം ജേണിയിലേക്ക് നമ്മളെ പുഷ് ചെയ്യുകയാണിത് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളൊരു കവിത വായിക്കുന്നു, ആ കവിത ഇഷ്ടപ്പെടുന്നു, ആ കവിതയിൽ കൂടെ നമ്മളെ വരികളിലൂടെ പോകുന്നു, അതിനെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുന്നു. പിന്നെ മലയാളത്തിൽ നമ്മൾ എഴുതിയ വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനെ മാറ്റി എഴുതി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇപ്പം ഉംബർട്ടോ ഒക്കെ പറഞ്ഞ മാതിരി സംസ്കാരങ്ങളുടെ ഒരു ഷിഫ്റ്റാണ്. ആൻഡ് യു മൂവ് ടുവേർഡ്സ് ദാറ്റ് എന്നുള്ള ഒരു സംഭവം. അതിന് ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രോസസ്സാണിത്. നമ്മളുടെ പരിഭാഷ നന്നായില്ലേ എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ആ ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ എഴുതാനും വായിക്കാനും താല്പര്യമുള്ള ആൾക്കാർ ട്രാൻസ്ലേഷൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് കവിതകൾ, പോയിട്രി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
our understanding about the world, our understanding about society, about language, about culture, ഇതൊക്കെ വളരെ വ്യത്യസ്തമായി ഭയങ്കര രസകരമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആൻജി ക്രോഗൻ്റെ കവിതയാണ് ഇത്. നീദർ ഫാമിലി നോർ ഫ്രണ്ട്സ്. കുടുംബവുമില്ല, അല്ല കൂട്ടുകാരുമില്ല. ആദ്യം ഞാൻ മലയാളം വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഇത് വായിക്കാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം മലയാളം, ദ ട്രാൻസ്ലേഷൻ ഓർ ദ ഇൻസ്പിറേഷൻ വാട്ട് എവർ ഐ റോട്ട് ഇൻ മലയാളം. നീദർ ഫാമിലി നോർ ഫ്രണ്ട്സ്. ഇന്നെല്ലാം മരിച്ചവരിലൂടെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇന്നെല്ലാം മരിച്ചവരിലൂടെയാണ് എന്നോട് സംസാരിക്കുന്നത്. എളുപ്പത്തിൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന എല്ലും കൂട്ടം. എളുപ്പത്തിൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന എല്ലും കൂട്ടം. ഞാൻ ഏറ്റവും കൂടുതൽ കാലം പ്രണയിച്ചവളാണ് നീ. ഞാൻ ഏറ്റവും കൂടുതൽ കാലം പ്രണയിച്ചവളാണ് നീ. ഇന്ന് ഒറ്റയ്ക്ക് ആർക്കോ വേണ്ടി കാത്തിരുന്ന് എവിടെയോ നഷ്ടപ്പെട്ട് ഇല്ലാതാകുന്നു. ഞാനിന്ന് ഒരിക്കലും ഇല്ലാത്ത പോലെ ഉണർന്നിരിക്കുന്നു. ഞാനിന്ന് ഒരിക്കലും ഇല്ലാത്ത പോലെ ഉണർന്നിരിക്കുന്നു. എന്നിട്ടും പൂർണ്ണമായി സ്വയം നഷ്ടപ്പെട്ടു പോയ പോലെ. നീ മാത്രമേ അന്നും ഇന്നും എന്നും എനിക്കുണ്ടായിരുന്നുള്ളൂ, എൻ്റെ മരണമടഞ്ഞുപോയ ജീവനെ. തണുത്തു വിറച്ച് എനിക്ക് കൂട്ടിനായി അതെൻ്റെ വാരിയെല്ലുകൾക്ക് പിന്നിലുണ്ട്. തണുത്ത് വിറച്ച് എനിക്ക് കൂട്ടിനായി അതെൻ്റെ വാരിയെല്ലുകൾക്ക് പിന്നിലുണ്ട്. ആഫ്രിക്ക എന്നെക്കൊണ്ട് എല്ലാം ഉപേക്ഷിപ്പിച്ചു. എന്നെക്കൊണ്ടെല്ലാം ഉപേക്ഷിപ്പിച്ചു. വളരെ ഇരുട്ടാണ്. എല്ലാം പ്രതീക്ഷയറ്റതാണ്. എൻ്റെ പ്രിയപ്പെട്ട ധിക്കാരി, ഇന്ന് ഞാൻ തീർത്തും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇന്ന് ഞാൻ തീർത്തും ഇല്ലാതായി തീർന്നിരിക്കുന്നു. എന്നിൽ അവശേഷിക്കുന്ന അവസാന തുണ്ട് തൊലിയിലേക്ക്, എന്നിൽ അവശേഷിക്കുന്ന അവസാന തുണ്ട് തൊലിയിലേക്ക് ഇന്ന് ഞാൻ തീർത്തും പിന്മാറുന്നു. ആൻജിയ ക്രോഗ്. അപ്പോൾ ഇവരുടെ ഇത് മലയാളത്തിൽ ഫസ്റ്റ് വേർഷൻ ഇതായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് വേർഷൻ ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഈ കവിത എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വായിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒറിജിനലിൽ നിന്നൊക്കെ ഒരു സാമ്യത കാണും എന്നുള്ള അല്ലാണ്ട് ഇതിൽ പല വാക്കുകളും അതേമാതിരി പല ദ വേ ദ സെൻറ്റൻസസ് ഹാവ് ബീൻ ഫോംഡ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ കഴിഞ്ഞിട്ട് ഇറ്റ് സെറ്റ്സ് യു ഓൺ എ ഡിഫറെൻറ്റ് ജേർണി ഓൾ ടുഗദർ. ഞാനിതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ഞാൻ ഈ ഇംഗ്ലീഷ് എന്നാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നത്. നീദർ ഫാമിലി നോർ ഫ്രണ്ട്സ്. Tonight everything speaks through the dead towards me. Tonight everything speaks through the dead towards me. Your brittle bundle of bones, my longest loved beloved, lies lonely and longingly cradled somewhere lost and lean. My longest loved beloved lies lonely and longingly cradled somewhere lost and lean. I am overwhelmingly awake tonight. I am overwhelmingly awake tonight. Of me so little has become. You're all I had in this world, beloved deathling. Alone and cold it is behind my ribs. Alone and cold it is behind my ribs. Africa had me giving up all. It is so dark. It is so bleak. Soft, beloved taunter. Of me so little has become. I'm down to my last skin. ആ കവിത ശരിക്കും ഇംഗ്ലീഷിലുള്ള കവിതയുമായിട്ട് ഞാൻ എഴുതിയ സംഭവത്തിന് യാതൊരു, എനിക്കൊന്ന് ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അതിനെ പരിഭാഷ തന്നെ ഞാൻ എഴുതിയതിനെ വിളിക്കാൻ പറ്റില്ല. ബട്ട് ദിസ് വാസ് എ പോയം ദാറ്റ് ആക്ച്വലി ഇൻസ്പയർഡ് മീ ടു ഗെറ്റ് ദെയർ.
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ഭയങ്കര ഒരു ഡിസ്കവറീൻ്റെ യാത്രയാണ്. നമ്മളുടെ എഴുത്തിൻ്റെയും നമ്മളുടെ ഭാഷയുടെയും പരിമിതികൾ, അതായത് എൻ്റെ പരിമിതികൾ, ഒരു സാധനം എഴുതാൻ വേണ്ടിയിട്ടോ ഒരു കവിത മനസ്സിലാക്കാൻ ഉണ്ടാവുന്ന എൻ്റെ പരിമിതികൾ, ഇതൊക്കെ ആണ് നമുക്ക് റിവീലാവുന്നത്. അപ്പം അത് നിങ്ങളോട് സംസാരിക്കണം തോന്നി. കാരണം for some reason today I was feeling that there was so many videos I make, so much time that I spend. പഴയ മാതിരി കവിതകൾക്ക് വേണ്ടിയും കവിതകൾ വായിക്കാനും കവിതകൾ പരിഭാഷപ്പെടുത്താനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇതിനൊന്നും സമയം പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ആൻഡ് ഇനിയും ഇങ്ങനത്തെ ഇൻസ്പയർഡ് ടുവേർഡ്സ് എ ട്രാൻസ്ലേഷൻ ജേണി ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഐ ഷെയർ വിത്ത് യു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.